ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ സാംസങ്ങിൻ്റെ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും 1UI7 അപ്ഡേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അപ്ഡേഷൻ വന്നു, എനിക്ക് അപ്ഡേഷൻ വന്നു, ഞാൻ അപ്ഡേറ്റ് ചെയ്തു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ സാംസങ്ങിൻ്റെ ഫോണുകൾ മിക്കവാറും അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ലൈനിൻ്റെ ഇഷ്യൂ എല്ലാ ഫോണുകൾക്കും അല്ല, ഗ്രീൻ ലൈൻ ഇഷ്യൂ ചില ഫോണുകൾക്കെങ്കിലും വരാറുണ്ടെന്നുള്ളൊരു പരാതി കേൾക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ S23 അല്ലെങ്കിൽ S23 സീരീസിൽ പോലും ഈ ഗ്രീൻ ലൈനിൻ്റെ ഇഷ്യൂ വരുന്നതായിട്ട് പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാംസങ് അതിനെ സീരിയസ് ആയിട്ട് എടുത്ത് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. സീരീസ് എന്ന് പറയുന്നത് അവരുടെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സീരീസാണ്, ഫോണുകളാണ്. പിന്നെ സാംസങ് എന്ന് പറഞ്ഞൊരു പ്രീമിയം ബ്രാൻഡായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കുറഞ്ഞ ഫോണുകളും വളരെ കൂടിയ ഫോണുകളും മാർക്കറ്റിൽ കൊണ്ടുവരുന്നൊരു ബ്രാൻഡാണ്. പക്ഷേ സാംസങ്ങിൻ്റെ മറ്റ് ബ്രാൻഡുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്രീമിയം ബ്രാൻഡായിട്ട് കാണുകയും അത് ആ ഒരു ഇഷ്ടത്തോടു കൂടിയാണ് ഒരുപാട് കസ്റ്റമേഴ്സ് സാംസങ്ങിൻ്റെ ഫോൺ വാങ്ങിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഒരു ഉത്തരവാദിത്വമുണ്ട്, അവർക്ക് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെ കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇടയ്ക്കൊരു വീഡിയോ കണ്ടായിരുന്നു മൊബൈൽ ടെക്നീഷ്യൻസിൻ്റെ. അപ്പോൾ അവരുടെ മുന്നിൽ ഒരുപാട് ഫോണുകൾ റിപ്പയറിന് വരുമ്പോൾ അവരിത് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് വിവോ പോലുള്ള ഫോണുകളുടെ മദർ ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ ക്വാളിറ്റി വളരെ നല്ലതാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഏറ്റവും മോശമായിട്ട് അങ്ങനെയുള്ള പാർട്സിൻ്റെ ക്വാളിറ്റി മോശമായിട്ട് അവർക്ക് തോന്നിയിട്ടുള്ളത് സാംസങ്ങിൻ്റെ ആണെന്ന് പറയുന്നൊരു വീഡിയോ ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ സാംസങ് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത്രയും പ്രീമിയം ബ്രാൻഡായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് അത് വിശ്വസിച്ചാണ് നിങ്ങളുടെ ഈ ബ്രാൻഡിലേക്ക് വരുന്നത്, ഈ ഒരു പ്രോഡക്റ്റുകൾ വാങ്ങുകയൊക്കെ ചെയ്യുന്നത്, എസ്പെഷ്യലി ഫോണുകൾ. അപ്പോൾ തീർച്ചയായിട്ടും അത് 100% നീതി കസ്റ്റമറുടെ അടുത്ത് പുലർത്തേണ്ട ഒരു ഉത്തരവാദിത്തം സാംസങ്ങിന് എന്തായാലും ഉണ്ട്. അപ്പോൾ അപ്ഡേഷൻ വന്നവർ ചെയ്തു നോക്കുക. എൻ്റെ അഭിപ്രായത്തിൽ അപ്ഡേഷൻ നല്ല രസമുണ്ട്. പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷം നമ്മുടെ ഈ ബാറ്ററി ചാർജിങ് ഇൻഡിക്കേഷനും അതുപോലുള്ള നമ്മുടെ ഈ മെനുവിൻ്റെ കംപ്ലീറ്റ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. നല്ല രസമുണ്ട് നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്ഡേഷൻ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം അപ്ഡേഷൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.